ഹായ്, പവർ ആൻഡ് പൊളിറ്റിക്സ് ബൈ മുനീർ ബഷീർ എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വേൾഡിലെ ജിയോ പൊളിറ്റിക്സ് മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അറിഞ്ഞാണല്ലോ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ട്രംപ് തിരിവ് ചുമത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും മാറി നിന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് തോൽക്കാൻ തയ്യാറായില്ല. പകരം 40 രാജ്യത്തേക്ക് പുതിയ മാർക്കറ്റ് കണ്ടുപിടിച്ചു. എസ്പെഷ്യലി അമേരിക്കയിലോട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ഐറ്റം ഉണ്ട്. ടെക്സ്റ്റൈൽസ്, ഫിഷിംഗ് ഫീൽഡ്, അങ്ങനെ ഒരുപാട് മേഖലയുണ്ട്. അതൊക്കെ ഇന്ത്യ വേറെ വിപണി കണ്ടെത്തിയിരിക്കുന്നത്. അതിനപ്പുറം എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ശത്രു മിത്രം എന്നാണ്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പാകിസ്ഥാനേക്കാൾ നമുക്ക് ഭീഷണിയായ ചൈനയിലെ വിദേശകാര്യ മന്ത്രി കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ വന്ന് മോദി സന്ദർശിച്ചു. കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു, ഞങ്ങളുടെ ഇടയാണ്, നിങ്ങൾ വരണം. പിന്നെയും ഇന്ത്യ ചൈനയായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പോവുകയാണ്. അത് മാത്രമല്ല, ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിപണി തുറന്നിട്ടിരിക്കുന്നു എന്നാണ്. ഞങ്ങളുടെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്താം, വരൂ. അപ്പോൾ അവരതിലൂടെ അമേരിക്കയെ കൗണ്ടർ ചെയ്യുകയാണ്. കാരണം അമേരിക്ക ഈ താരിഫ് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം നമുക്ക് വേറൊരു വിധത്തിൽ നമുക്ക് പുതിയ വിപണി കണ്ടെത്താൻ വേണ്ടി അവർ തുറന്നു തന്നിരിക്കുന്നു അവരുടെ മാർക്കറ്റ്. അതുപോലെ തന്നെ റഷ്യ, പുടിനും പറഞ്ഞ എന്താണ്, വന്നോളൂ, നിങ്ങളെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ലോകത്തിൻ്റെ ക്രമം മാറുകയാണ്. പണ്ട് നമ്മൾ അമേരിക്ക ആ ഒരു ചേരിയിലോട്ട് പോകുന്ന ചെറിയ രീതിയിലെങ്കിലും അങ്ങോട്ട് ചായ ഉണ്ടെങ്കിൽ ഇന്ന് അത് മാറി പുടിൻ, മോഡി, ഷിജിൻ എന്നീ അച്ചുതണ്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത മാസം തന്നെ മോദി ചൈനയിൽ സന്ദർശിക്കുന്നുണ്ട്. അതുപോലെ ഷി ജിൻപിങ് ഇന്ത്യയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ ഒരു മീറ്റിംഗ് ഉടനെ ഉണ്ടാവും, അടുത്ത വർഷം തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ റഷ്യയിൽ പുടിനും മോദിയും ഷിജിൻ തമ്മിലുള്ള ഒരു വലിയൊരു കോൺഫറൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രൈഡേഴ്സിന് വേണ്ടി ചൈനയിൽ പുതിയൊരു പ്രൊജക്റ്റ് പ്ലാനിങ് വരുന്നുണ്ട്. അതായത് അതിലും മോഡിയും പുടിനും ഉണ്ടാവും. അപ്പം അമേരിക്കൻ അച്ചുതണ്ടിന്, അമേരിക്കൻ എന്ന വൻ ശക്തി ഒന്നുമല്ല. അവർ ഒരു രാജ്യത്തിനെ തകർക്കാൻ നോക്കിയാൽ ഞങ്ങൾ വേറൊരു വിധത്തിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം ഇത് പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത്, അമേരിക്ക എന്ന സാമ്രാജ്യം തകരാൻ ഇനി അധികം നാളുണ്ടാവില്ല. അമേരിക്ക ശക്തിയായി നിൽക്കുന്നെങ്കിലും അമേരിക്ക ഇപ്പോഴും ശക്തി തന്നെയാണ്. പക്ഷേ മുമ്പുണ്ടായിരുന്ന ആ ശക്തി, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഞങ്ങളാണ് എല്ലാത്തിനെയും ആധിപത്യം എന്നുള്ള ആ ഒരു വല്യപ്പൻ, ഞങ്ങളാണെല്ലാം ഒരു ഗോഡ് ഫാദർ, ഒരു മൂത്താപ്പ ചമയലുണ്ടായിരുന്നു അവർക്ക്. ഇതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. കാരണം മറ്റു രാജ്യങ്ങളും വളർന്നു കഴിഞ്ഞു. നമുക്ക് കാണാം നമ്മുടെ അന്താരാഷ്ട്ര വിഷയത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. വേൾഡ് ജിയോ പൊളിറ്റിക്സിൽ ഇനി വലിയ ട്വിസ്റ്റുകൾ തന്നെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ ട്രംപ് പ്രഖ്യാപിച്ച ഈ താരിഫ് നിലനിൽക്കുമെന്ന്. കാരണം അത് അമേരിക്കയുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. കാരണം അതുകൊണ്ട് നഷ്ടം അമേരിക്കയ്ക്കേ ഉള്ളൂ, ഇന്ത്യക്കില്ല. കാരണം അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം അത്യാവശ്യം കൂടിയാണ്. കാരണം എന്നാൽ മാത്രമേ അവർക്ക് അവരുടേതായ ചില തന്ത്രങ്ങൾ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് നിലനിന്ന് പോകുന്ന കാര്യം വളരെ സംശയമാണ്. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ നിമിഷത്തിന് വേണ്ടി.